നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് നവംബർ മാസം 14-ാം തീയതിയാണ്. ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അത് ശിശുദിനമായി ഇന്ത്യയിൽ ആഘോഷിച്ചു വരുന്നു. ആ ദിനം ഇന്നും കേരളത്തിൽ പോലും ആഘോഷം നടന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. നെഹ്റുവിനെ പോലുള്ള ഒരു ദേശീയ നേതാവിനെ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടി പ്രവർത്തിച്ച ഇന്നത്തെ നേതാക്കളെ അപേക്ഷിച്ച് പറയുമ്പോൾ അദ്ദേഹം മഹാൻ തന്നെയായിരുന്നു. പക്ഷെ അധികം ഉദാഹരണം ഞാൻ നിർത്തിയത് ഒന്ന്, അദ്ദേഹം പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ 2 പേന കൊണ്ടുവന്നു. ലക്ഷ്മി പണ്ഡിറ്റ് പെങ്ങൾക്ക് വേണ്ടി 2 പേന കൊണ്ടുവന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞ് ഈ 2 പേന കസ്റ്റംസിൽ കാണിച്ചിട്ട് അതിൻ്റെ ഡ്യൂട്ടി അടിച്ച് പോരാൻ പറഞ്ഞു. വാസ്തവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് വരുമ്പോൾ 2 പേന സ്വന്തം പെങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് അത് കസ്റ്റംസ് ഡ്യൂട്ടി അടിക്കേണ്ട കാര്യമില്ല. ആരും ചെക്ക് ചെയ്യണം? അദ്ദേഹമുള്ള പരമാധികാരി പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പോലും അധികാരത്തിൽ പരമാധികാരി പ്രധാനമന്ത്രിയാണല്ലോ. അതാണ് മാന്യത. അത് വെച്ച് നോക്കി ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ എത്രയോ കൊച്ചു ആൾക്കാരാണ്. എനിക്ക് സഹതാപം തോന്നുന്നു. ഇതിലും ആ ആത്മാവിന് ഒരിക്കൽ കൂടി നന്മ നേരുന്നു. മറ്റൊന്ന്, സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുമ്പോഴേ അസൂയാലുക്കൾ ഒരു വിധത്തിൽ, മിത്രങ്ങൾ വേറെ വിധത്തിൽ, പല രീതിയിൽ വ്യാഖ്യാനിക്കണമെങ്കിലും ഞാനൊരു രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും എനിക്ക് ഭാവന ചിന്തിക്കുന്നതിലും ഭാവന അല്ലെങ്കിൽ മനസ്സിൽ ഭാവന കാണുന്നതിലും ലിമിറ്റ് വേണ്ടല്ലോ. രാഷ്ട്രീയക്കാരനും ഭാവനയിൽ കാണാം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ കൂടിയാണ്. തന്നെയല്ല, ഇതൊരു ഫിലോസഫി, തത്വജ്ഞാനമാണ്, ശാസ്ത്രീയമാണ്, എല്ലാം കൂടി ഉള്ളതാണ്. വെറും രാഷ്ട്രീയക്കാരൻ മാത്രമല്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു മനഃശാസ്ത്ര സമീപനത്തിൽ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവത് പറയണം. സുരേഷ് ഗോപി വാസ്തവത്തിൽ ഒരു പാവമാണ്. അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് അറിയാത്ത, കഥ അറിയാതെ ആട്ടും കാണുന്നൊരു വ്യക്തിയാണ്. പണ്ട് നയം വ്യക്തമാക്കുന്ന സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞില്ലേ, ഞാൻ അന്ന് കോളർ പൊക്കി കാണിച്ചാൽ 2 രൂപ മതി, ഇന്നല്ല ലക്ഷങ്ങളെ വരുന്നത്, മന്ത്രിയല്ലേ എന്ന് പറഞ്ഞാൽ ഇന്ന് സുരേഷ് ഗോപി അല്ലെങ്കിൽ ഗോപിജിയുടെ ഒരു വാക്കിനും ഒരു നോട്ടത്തിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ പാവം കഥ അറിയാതെ ആട്ടും കണ്ടുപോകണം. പക്ഷേ ഞങ്ങളിപ്പോലും മനഃശാസ്ത്രം അല്പങ്ങൾ അറിയാവുന്ന ഗ്രൂപ്പായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പട്ടത്തരത്തിന് അല്ലെങ്കിൽ ആ നിഷ്കളങ്കമായി പ്രവർത്തിക്കുകയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ പറയുന്ന ഒന്ന്, പ്രവൃത്തി വേറൊന്നാണ്. വക്രബുദ്ധിയാണ്. എല്ലാവിധ തട്ടിപ്പും വഞ്ചനയും ജനങ്ങളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാവോ ഇതൊക്കെ പഠിച്ചവർ മാത്രമേ രാഷ്ട്രീയത്തിൽ ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു രാഷ്ട്രീയത്തിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ശാസ്ത്രി ഉണ്ടായതല്ലേ, പ്രധാനമന്ത്രി ആയതല്ലോ, അദ്ദേഹം ഒരു നിഷ്കളങ്കനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ഷൈനിന് പറ്റുമോ? മറ്റു പലരും എത്രയും ഷൈൻ ചെയ്ത്. അപ്പം അങ്ങനെ സുരേഷ് ഗോപിജി നമ്മൾ റിക്വസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കല്ല, ചില പുസ്തകങ്ങൾ വായിക്കണം. പണ്ടൊരു നമ്മൾ SP ഉണ്ടായിരുന്നു, കൃഷ്ണൻ നായർ. അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്. പ്രസംഗം ഒരു കലയാണ് അതിലെങ്കിലും അതിൽ മനഃശാസ്ത്രപരമായ സമീപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പുസ്തകം അത് ദയവ് ചെയ്ത്, ഞാനൊക്കെ ഒരു 100 വട്ടം വായിച്ചിട്ടുണ്ടത്. അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ, അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചിന്ത നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളാരാണ് വെറും സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഒരു കർഷക പുത്രൻ, അവനെന്ത് ചിന്തിക്കാൻ പറ്റും? പക്ഷേ നാളെ ഇത്രയെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒന്നും ആയിരുന്നല്ല പറഞ്ഞാൽ ആയിട്ടുണ്ടെങ്കിൽ അതിൽ അതുപോലുള്ള പുസ്തകങ്ങൾ 1000 വായിച്ചതിന് പറയട്ടാണ്. വായനയും പഠനം ചിന്തയും മാത്രമായിരുന്നു കഴിഞ്ഞ 60 വർഷമായിട്ട്. അപ്പോൾ സുരേഷ് ഗോപിയോട് പറഞ്ഞത്, കൃഷ്ണൻ നായർ റിട്ടയേർഡ് SP എഴുതിയ SP അല്ല, അദ്ദേഹം IG മറ്റുമായിരുന്നു, ഉന്നത പോലീസ് ഉദ്യോഗ എഴുതിയൊരു പുസ്തകമുണ്ട്, പ്രസംഗം ഒരു കല എന്ന്. ആ പുസ്തകം നിർബന്ധമായിട്ടും 2 വട്ടത്തിൽ വായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇക്കാര്യത്തിൽ നിർത്താണ്. മറ്റൊന്ന്, ഇപ്പോൾ പ്ലെയിൻ, സീ പ്ലെയിൻ, ഡാം പ്ലെയിൻ അതൊക്കെ തുടങ്ങി 10-13 വർഷമായിട്ട് ഇല്ലാതെ ഇപ്പോൾ തുടങ്ങി. അത് എതിർപ്പില്ല എങ്കിലും വീണ്ടും എതിർപ്പുവരാണ്. അപ്പോൾ ഇവിടെ എതിർക്കുന്ന മത്സ്യത്തൊഴിലാളികളും എതിർക്കുന്ന വനം തൊഴിലാളികളും വന ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം.
നിങ്ങൾ കൊതുകിന് മരുന്ന് കളിച്ച് കണ്ടോ? അതറിയാമല്ലോ. ആ കൊതുകിന് മരുന്ന് കളിച്ചപ്പോൾ വിഷമായിരുന്നത്. ഇന്നിപ്പോൾ കൊതുക് അതിലൂടെ ലയിച്ച് ചേർന്നു. റെസിസ്റ്റൻസ് പവർ എന്നാണ്, പ്രതിരോധ ശക്തി, പ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് ആ വിഷത്തിൽ ലയിച്ചിപ്പോൾ കൊതുകിന് ചാവുന്നില്ല. ഇപ്പോൾ ഡോസ് കൂട്ടി വരുന്നു. അതുപോലെ ഇപ്പോൾ ഡാമിൻ്റെ അടുത്തോട്ട് വിമാനം വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള വന്യമൃഗങ്ങളിൽ അതും ലയിച്ച് പോയിക്കോളും. അല്ല, കാട്ടിക്കൊള്ളില്ലല്ലോ, ഡാമിൽ ഇറക്കുന്നുള്ളൂ. അതിന് നിങ്ങൾ ആന വരണ്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എതിർക്കില്ലേ? അങ്ങനെയൊക്കെ എതിർക്കാൻ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ലോകത്ത്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾ അവിടെ വിമാനം ഇറങ്ങിയെന്ന് വെച്ചിട്ട് അത് മത്സ്യം കിട്ടൂല, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് ബുദ്ധിമുട്ടാകും നോക്കിയാൽ അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്ന് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കായൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ മലിനമായിരിക്കുന്ന കടൽ നമ്മുടെ കടലാണ്. ഇന്ത്യൻ മഹാസമുദ്രം, സീ ഓഫ് അറേബ്യൻ സീ, പിന്നെ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് പിന്നെ ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ. ഇതൊക്കെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മലിനമായ കടൽ തീരങ്ങൾ. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വാക്കും ഉണ്ടായില്ല മത്സ്യത്തൊഴിലാളികൾക്ക്. ഞാൻ നാളെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പറഞ്ഞാണ്, അതാണ് കായലിലെ മണ്ണ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതേ മത്സ്യത്തൊഴിലാളികളും അവരെ ചൂഷി ചെയ്യുന്ന നേതാക്കളും. മത്സ്യത്തൊഴിലാളികൾ പ്രശ്നക്കാരില്ല. ഇപ്പോൾ മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികൾ പേര് വന്നിട്ട് അവരൊന്നും നിരപരാധികൾ, അവർക്കൊന്നല്ല, അവരുടെ പേര് ഉപയോഗിച്ച് ചൂഷക വർഗം ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കട്ടെ, ഈ കടൽ ഇത്ര മലിനമായിട്ട് നിങ്ങളിവിടെ ഒന്നും മിണ്ടാത്ത്, സമരം ചെയ്യാത്ത? കാരണം വിമാനം വന്ന എന്താ ഗുണം എന്നറിയോ? ഇപ്പം ഇടുക്കിയിൽ ഹെലികോപ്റ്ററിൽ വന്ന് പോകണമെങ്കിൽ എന്തെല്ലാം തയ്യാറെടുക്കണം. ഇതൊരു രോഗി അത്യാസന്ന നിലയിൽ വന്ന് ഈ വിമാനം ഇടുക്കി നേരെ വന്ന് അവിടെ ഇറങ്ങി ആ ബോൺഘാട്ടിലിറക്കി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലോ. 25 മിനിറ്റ് കൊണ്ട് എത്തും. മറ്റേ മോട്ടോർ വാഹനമാണെങ്കിൽ 7 മണിക്കൂർ 6 മണിക്കൂർ പിടിക്കും. അത് കൂടുതൽ പിടിക്കുന്ന ചിലതിനകത്ത്. അത് 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ 20-1 അല്ലെ കുറച്ച് കിട്ടൂലേ? 1:20 ടൈം കുറവല്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അന്ധമായിട്ട് രാഷ്ട്രീയ വിരോധം വെച്ച് അത് ഏത് ചെയ്ത പാർട്ടി ചെയ്താലും, കമ്മ്യൂണിസ്റ്റ് ചെയ്താലും കോൺഗ്രസ് ആയാലും BJP ആയാലും നിങ്ങൾ അതിൽ എതിർക്കില്ലേ? ഇപ്പം ഉദാഹരണം BJPയുടെ 7 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് മോഡിജിയുടെ ഒരു വാഗ്ദാനം കേട്ട്. കൊടുക്കാതിരിക്കട്ടെ, എന്നാൽ അങ്ങനെ തീരുമാനത്തില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ല അന്ധമായി BJP വിരോധം പാടില്ല, അന്ധമായ സംഘപരിവാർ വിരോധം പാടില്ല. നമ്മൾ എതിർക്കേണ്ടത് പ്രശ്നാധിഷ്ഠമാണ്. ഞങ്ങൾ അന്നും ഇന്നും പറയുന്നതാണ്, പ്രശ്നം എന്താണോ അതിനെ എതിർക്കും, അതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എതിർത്ത് പ്രശ്നം ഇല്ലാതെ വരുന്നത്. നമ്മുടെ ഇന്നത്തെ മറ്റൊന്ന്, പാലക്കാട് DC പ്രസിഡൻ്റായിരുന്ന കൃഷ്ണകുമാർ ഒരാൾ ഇപ്പോൾ BJPയിലേക്ക് പോയി. അത് പറഞ്ഞൊരു പോയിന്റ് അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞാണ്. അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കണില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ അവന് ഉള്ള സ്വത്ത് വ്യക്തമായ ആധാരം ഉണ്ടെങ്കിൽ മാത്രം അവൻ്റെ അവകാശപ്പെട്ട് അവൻ്റെ പേരിൽ തീറുണ്ടായിരിക്കണം, കൈവശം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലമാണ് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും അമ്പലത്തിൽ കയറി ഏതൊരു ചർച്ച് കയറിയിട്ട് ഇത് വഖഫാന്ന് ബോർഡ് വെച്ച വഖഫാവില്ല. മണ്ട ശിരോമണികളെ, നിങ്ങൾ വെറുതെ ജാതീയ അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നുണ പറയല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നതോ, ഈ കൃഷ്ണദാസ് പറയുന്ന പ്രസംഗിക്കുന്നത് അതായത് ഹിന്ദു സമുദായം കാണുന്നുള്ളൂ അവരുടെ ചാനലൊക്കെ. ഇപ്പം ഞാനും മുസ്ലിം ഞാൻ പറഞ്ഞാൽ നല്ല ശതമാനം ഈ മുസ്ലിം സമുദായം കേൾക്കുള്ളൂ, മറ്റുള്ള കേൾക്കില്ല എന്നില്ല ഭൂരിപക്ഷം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞൊരു വീട്ടിൽ ആ സമുദായത്തിൽ വില പോവും, ഞാൻ പറയുന്നൊരു വീട്ടിൽ എൻ്റെ സമുദായം വില പോവും. ഇത് രണ്ടും ശരിയല്ല. നിഷ്പക്ഷം ചിന്തിക്കണം. വഖഫിൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ശബരിമലയിൽ വാവൂരസ്വാമിയെ കുറിച്ച് പറയുന്നു, ഇതൊരു മഹാപണ്ഡിതൻ പറഞ്ഞു. ഇപ്പം അവർക്ക് അതിനെ ഒന്ന് ഒഴിവാക്കും. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, എല്ലാവരും എടുക്കേറ്റിട്ടുണ്ട്, ഇടാണ് കിട്ടും, അല്ലാതെ അവിടെ നിർബന്ധം ഇടുന്നൊന്നുമില്ല. അതിൽ മാറ്റി സ്വസ്ഥമാക്കണം, സ്വതന്ത്രമാക്കണം. അയ്യപ്പം മാത്രം അവിടുന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഞങ്ങൾക്കെന്ത് പ്രശ്നം? നമുക്കൊരു സമുദായത്തിൽ വാവൂരസ്വാമിയുടെ അവിടെ ഇരുന്ന് ഉപയോഗിക്കുന്നതും സമുദായത്തിൽ ഒരു നേട്ടവുമില്ല. പിന്നെ അങ്ങനെ ഒരു സമുദായ അന്തരീക്ഷം സൗഹാർദ്ദത്തിൻ്റെ ഒരു രേഖ അല്ലെങ്കിൽ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു സംഭവമാണെങ്കിൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, എതിർക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുവരെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു പോകല്ലേ. വഖഫ് എന്നാൽ അങ്ങനെയൊന്നുമില്ല. ഇത് വഖഫിന് പിന്നെ മാറ്റം വന്ന ബില്ല് കൊണ്ടതില്ല. ആ ബില്ലിന് വേണ്ടി ചില കുബുദ്ധികൾ കൂടെ തന്ത്രം ഉപയോഗിക്കുകയാണ്. അല്ല നിങ്ങൾ തരുമ്പോൾ നിങ്ങൾ അമ്പലമൊന്നും ഒരിക്കലും വഖഫ് ബോർഡ് വെച്ചാവില്ല. അതിന് വ്യക്തമായ രേഖ വേണം, ആധാരം വേണം, അത് ഒറിജിനൽ ആധാരം വേണം. അങ്ങനെയുള്ള മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല വല്ലവരും ചെയ്യാൻ ഒക്കില്ല. അന്ധമായിട്ട് വെറുതെ വിഷയം ഉണ്ടാക്കല്ലേ. ഓക്കെ, അത് ഞാൻ സൂചിപ്പിച്ചോളൂ. നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്,
നമ്മൾ ഈ തലസ്ഥാനം തിരുവനന്തപുരത്താണ്. 30 ഏക്കർ സ്ഥലമുള്ളൂ. അത് പണ്ട് രാജാവിൻ്റെ കാലത്തുകൊണ്ടാണ്. അത് ജയിച്ച് അവിടെ തീപിടുത്തമൊക്കെ എപ്പോഴും ഉണ്ടാകുന്നു പോകുന്നു. ഇപ്പോൾ ഒരു 10-500 കോടി മുടക്കി ഒരു അടുത്ത ഭാവിയിൽ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പുതുക്കി പണിത 100 വർഷത്തേക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സമയം തന്നെ ഉപയോഗിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ തലസ്ഥാനം മാറ്റണം, മധ്യകേരളത്തിൽ മാറ്റുമെന്നത് ആരും തോൽപ്പിക്കാനില്ല, ആരും ജയിക്കാനുമില്ല. അത് നാടിൻ്റെ സമ്പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ SOS ഗ്രാമം എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ലോകത്ത് പല ഭാഗത്തും SOS ഗ്രാമങ്ങളുണ്ട്. എന്താണ് പലർക്കും അറിയാം, ചിലർക്ക് അറിയില്ല. അതായത് ഹിരോഷിമയിൽ ബോംബിട്ട ആ പൈലറ്റ് ഈ ബോംബ് പ്രയോഗം നടത്തിയപ്പോൾ ജനങ്ങളെല്ലാം ആവിയായിപ്പോയി. ചാരമല്ല, ചാരം പിന്നെയും കിട്ടും, കുറച്ച് ക്വാണ്ടിറ്റി കിട്ടും. ആവി നമുക്ക് തിരിച്ചെടുക്കാനൊക്കില്ല. എത്ര വലിയ ആവി കൂടിയാലും തീ പിടുത്തുണ്ടാക്കാൻ പറ്റില്ല. അത് ആവിയായി പോത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ആ മനുഷ്യൻ പ്രായശ്ചിത്ത നിലയിൽ, പശ്ചാത്താപ നിലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളെ താമസിക്കാനും ഭക്ഷണം കൊടുക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയൊരു സിസ്റ്റമാണ് SOS. ഇവിടെ തൊട്ട് എറണാകുളത്താണെങ്കിൽ ആലുവ, പിന്നെ ഇപ്പോൾ ഇടത്തല ഭാഗത്തോടുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, അതിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. എന്താണ് സംഭവം എന്നറിയുമോ? ഈ ഹിരോഷിമയിൽ ഇട്ട ബോംബ്, നാഗസാക്കിയിട്ട ബോംബ്, അതിൻ്റെക്കാൾ 10,000 മടങ്ങ് ശക്തികളാണ് ഇപ്പം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇനി യുദ്ധം ഉണ്ടായില്ലെങ്കിൽ കൂടി ഈ സാധനം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, അത് കാലഘട്ടപ്പെടും തോന്നില്ലേ, കാലഘട്ടം കഴിഞ്ഞാൽ തന്നെ നശിപ്പിക്കേണ്ടി വരും. എവിടെ നശിപ്പിക്കും? കടലിൽ ഒരു അണുവിസ്ഫോടനം നടത്തിയതിൻ്റെ പരിണത ഫലമാണ് അത്. ഫ്രാൻസ് 70 കാലഘട്ടത്തിൽ ശാന്തസമരത്തിൽ മറ്റും നടത്തിയ ഒരു അണുവിസ്ഫോടനത്തിൻ്റെ പ്രതിഫലനമാണ് ബംഗ്ലാദേശിലുള്ള വെള്ളപ്പൊക്കവും 100 അടി പൊക്കമുള്ള തെങ്ങിൻ്റെ മുകളിൽ ശവം കയറിയിരുന്നു. മനുഷ്യരെ, നിങ്ങൾ ദുഷ്ടത്തിന് മാറ്റിവെച്ച് ദൈവവിശ്വാസി അല്ലെങ്കിലും ദൈവവിശ്വാസി ആണെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ. ബംഗ്ലാദേശിൽ 1970 കാലഘട്ടത്തിൽ 71-ലാണെന്ന് ബംഗ്ലാദേശ് രൂപീകരിച്ചത്. അപ്പോൾ 74 പറ്റാന്ന് ഇതിൽ 100 അടിക്കുൾ പൊക്കമുള്ള തെങ്ങിൻ്റെ മുകളിൽ ശവങ്ങളിരുന്ന് എത്ര ലക്ഷം ആൾക്കാർ പോയി. അപ്പോൾ എത്ര ഉയരത്തിൽ വെള്ളം വന്നത്. അത് ഫ്രാൻസ് ഒരിക്കൽ ഈ കടലിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ പരിണതഫലമാണ് എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. എനിക്ക് തെളിവ് തരാൻ പറ്റില്ല. അത് തന്നെ ഓരോ പരീക്ഷ കഴിയുമ്പോൾ നമ്മുടെ ഇതുണ്ട്, സുനാമി ഉണ്ടാകുന്നതൊക്കെ. ഇപ്പോൾ ഇസ്രായേൽ അടുത്തത് ഇറാൻ എന്തോ പരീക്ഷ നടത്തി, അതിനടുത്താണ് ഭൂകമ്പം ഉണ്ടായതൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ സാധനം യുദ്ധം ഉണ്ടായില്ലെങ്കിൽ കൂടി നശിപ്പിച്ചുകളണ്ടേ. നശിപ്പിച്ച് കളയുമ്പോൾ മനുഷ്യകുലം മുഴുവൻ പോകുമ്പോൾ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ വസൂരി രോഗം വന്ന് ലോകത്ത് ഒരുപടി ആൾക്കാർ മരിച്ചു. ഈ കൊച്ചിയിൽ പോലും ഒരുപടി ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് വാക്സിനേഷൻ കണ്ടുപിടിച്ച അത് കണ്ടുപിടിച്ചാണ്ട് 100% വിജയിച്ചൊരു സംഭവമാണ് വസൂരിയുടെ വാക്സിനേഷൻ. പക്ഷേ റഷ്യയിൽ മാത്രം ഒരു വസൂരി രോഗിയുടെ മൃതദേഹം അങ്ങനെ തന്നെ ഇപ്പോഴും ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. റഷ്യ ആ രോഗം എന്താണെന്ന് ഭാവി തലമുറക്ക് പഠിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എൻ്റെ വിത്തില്ലാതെ പോവില്ലേ, വംശം നിന്ന് പോകുന്ന പറയുമ്പോൾ ഇല്ലാതെയും. അതുപോലെ ഈ ബോംബ് അറിഞ്ഞ് പൊട്ടിച്ചാലും അറിയാതെ പൊട്ടിച്ചാലും ലോകം നശിക്കുമ്പോൾ കുറച്ച് മനുഷ്യ ജീവങ്ങളും നിലനിൽക്കാൻ പറ്റുമെന്ന് നോക്കാനുള്ള പരീക്ഷണം നടത്താണ് എല്ലാ രാജ്യങ്ങളും. അമേരിക്കയും റഷ്യയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഇസ്രായേലും ഒക്കെ ഭൂഗർഭ അറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ ഒരു യുദ്ധം വന്നാൽ, പ്രസരം വന്നാൽ രക്ഷപ്പെടാവുന്ന ഏതെങ്കിലും ഒരു സംവിധാനം ഡൽഹിയിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ആസ്ഥാനങ്ങളിൽ പോലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഡൽഹിയിലൊക്കെ ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് ചിലപ്പോൾ ഇന്നാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് ഒരു രഹസ്യ അറിയിലുണ്ടെന്നൊക്കെ കേട്ട് അത് ചെയ്തില്ല. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ തലസ്ഥാനം മധ്യ കേരളത്തിൽ മാറണം എന്ന് പറയുമ്പോഴേ വെറുതെ ഒരു തലസ്ഥാനം മാറ്റമല്ല, അതിലുള്ള ഭൂഗർഭ അറ അണുപ്രസരം ഏൽക്കാത്ത രീതിയിൽ 1000 പേർക്കെങ്കിലും അതിനകത്ത് 1000 ദിവസമെങ്കിലും സംരക്ഷിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ വംശം നിന്നു പോകാതിരിക്കില്ലേ. ഇപ്പോൾ ചർണങ്കോവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് അവിടെ അണുവിസ്ഫോടനം നടന്നത്, അണു നിലയം പൊട്ടിത്തെറിച്ചാണ്. ഇനി ജീവജാലം പോയിട്ട് ഒരു പുല്ല് പോലും മുടക്കത്തില്ല, മനുഷ്യ പോലും കിടക്കാൻ പറ്റില്ല. വളരെയധികം സുരക്ഷ നോക്കിയാണ് ശാസ്ത്രജ്ഞന്മാർ പോകുന്നത്. 3000 വർഷം കഴിഞ്ഞാൽ അവിടെ ഒരു പുല്ല് പൊളക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അത് വെറും അണുനിലയം പൊട്ടിത്തെറിച്ചാണ്, ബോംബിട്ടതല്ല.
അപ്പം അതിനേക്കാളൊക്കെ ശക്തിയുള്ളതായിക്കുള്ള ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും 1000 പേർക്കെങ്കിലും ഒരു അണുവിസ്ഫോടനം ഏൽക്കാത്ത ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ. അതൊക്കെ കൂടിയാണ് നമ്മൾ തലസ്ഥാനം മാറ്റുമ്പോൾ ചിന്തിക്കുന്നത്. വേറൊരു തലസ്ഥാനം മാറ്റം മാത്രമല്ല. എന്ത് നമ്മുടെ ജനങ്ങൾ, രാഷ്ട്രീയക്കാർ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇതേക്കുറിച്ച് ചിന്തിക്കാത്തത്? ലോകം ഉണ്ടാവില്ല, മൂന്നാം ലോക മഹായുധം ഉണ്ടാവില്ല എന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവൻ നശിച്ചു പോകുന്നു, ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഭൂമിയെ 7 ആഴ്ച ചുട്ടുകരിക്കാനുള്ള സാധനം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും. ഉണ്ടാവില്ല എന്ന് വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് അറിയാതെ പൊട്ടുകയോ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് പൊട്ടിച്ച് കളയണമല്ലോ, അപ്പോഴും സംഭവിക്കില്ലേ? അങ്ങനെ വരുമ്പോഴും 1000 പേർക്കെങ്കിലും പ്രസരം ഏൽക്കാതെ അതിന് സുരക്ഷിതമായ സ്ഥലം ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച് വല്ലതും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ പിണറായി വിജയനും ഉമ്മൻചാണ്ടി പോയി, അല്ലെങ്കിൽ മറ്റേ ശിവചന്ദ്രനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ തർക്കമല്ലാതെ നമ്മൾ കൊച്ചു കേരളം എന്ത് ചിന്തിക്കുന്നു? നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ ബുദ്ധിജീവികൾ എന്താണ് ഉറക്കം തൂങ്ങിയിരിക്കുന്നത്? എന്തെങ്കിലും സമയം ഇപ്പോൾ ഇസ്രായേലിലേക്ക് കംപ്ലീറ്റ് ഭൂകമ്പം പറയാണ്, മറ്റേ ഇറാനിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്, പല സ്ഥലങ്ങളുണ്ട്. ഇപ്പം ലിബിയയിലേക്ക് ഇതുപോലത്തെ ഒരു പട്ടണം തന്നെ ഭൂമിക്കടിയിലുണ്ടായി. കേരള ഗദ്ദാഫി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലൊരു പട്ടണം. വർഷങ്ങൾക്ക് മുമ്പ് 3000-5000 വർഷം ഭൂമിക്കടിയിൽ വലിയ പട്ടണം ഉണ്ടായത് മോഹൻജദാരോ ഹരപ്പ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്നത് മറ്റു പലതുണ്ട്. പിന്നെ യമൻ അല്ലെങ്കിൽ യൂത്തികളുടെ യമൻ, അല്ലെങ്കിൽ ഇത് ഫലസ്തീൻ അരപ്പുറത്ത്, ഇവിടെ എല്ലാം മാത്രമല്ല ഭൂഗർഭ നില തന്നെയുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഭൂഗർഭ നിലയുണ്ടോ? ഒരു ഭൂഗർഭ സിറ്റി വേണ്ട, ഭൂഗർഭ നഗരം വേണ്ട, ഉണ്ടോ? ചിന്തിക്കേണ്ടതൊക്കെ നാളെ സംഭവിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ പല ഉന്നതരുടെയും ചിന്ത വെച്ചാൽ എനിക്ക് ശേഷം പ്രളയം. പറഞ്ഞാമല്ലോ മുരളീധരനെ കുറിച്ച് പറയാതിരിക്കുമല്ല, വയനാട് പോയി പ്രസംഗിച്ചതിൻ്റെ യുക്തി മനസ്സിലായില്ലേ? ഒന്നുകിൽ അദ്ദേഹം പടുവിഡ്ഢി അല്ലെങ്കിൽ ദുഷ്ടൻ, അതല്ലേ ഞാൻ തെളിവ് വരുന്നത്. ഇതൊക്കെ നിങ്ങളിപ്പോൾ പിന്നെ നമ്മളിവിടുത്തെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലിരിക്കുന്ന റിസർച്ച് അനലിസ്റ്റ് വിങ് എന്ന നമ്മുടെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം അറിയാൻ പറ്റും. ഇപ്പം മൊയ്തീൻ ഷാ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ അറിയാൻ സംവിധാനമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് വായിക്കാൻ ശക്തിയുള്ള കഴിവുള്ള ഒന്നിലധികം ആൾക്കാർ ഈ ലോകത്തുള്ള നമുക്ക് ഉറപ്പുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, അതായത് IBEയുടെ നമ്പറുകൾ ഒരു പ്രമേയത്തിലൂടെ ഒരു വിഷയം അവതരിപ്പിച്ചു, തലസ്ഥാനം മാറ്റത്തെക്കുറിച്ച്. ഒറ്റ വാക്കിൽ ഒരു ചിന്തയും കൊടുക്കാതെ. കാരണം അന്ന് ഡൽഹി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലകൃഷ്ണ സാറ് ഒരു പെണ്ണ് കേസിൽ ഒരുത്തൻ്റെ പേര് വന്നപ്പോഴല്ലോ വിചാരണ കൂടാതെ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു ഇയാൾ കുറ്റവാളിയല്ല. നമ്മുടെ ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച്, അന്ന് സോണിയാഗാന്ധി കോൺഗ്രസ് അല്ലേ, അതാണ് ശരി. ഒരാൾ പരാതി വന്ന വിചാരണയുണ്ട്. അങ്ങനെ വിചാരണ കൂടാതെ വിധി പ്രഖ്യാപിച്ചു. അതേ രാജ്യത്ത് അതേ സ്ഥലത്ത് ലക്ഷങ്ങൾ വിചാരണ ഇല്ലാതെ തടവിൽ കഴിയണം. ഇതൊക്കെ വിരോധാഭാസം. നമ്മൾക്ക് സാമാന്യം മനുഷ്യനായിപ്പോയി, ചിന്തയായിപ്പോയി. അതായത് പറയുന്നത് മൃഗവിദ്യയല്ല. അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ എന്താണ് ചിന്തിക്കേണ്ടത്? ഒന്ന് ചിന്തിക്കണ്ടേ? അവർക്കെല്ലാം ദുഷ്ടലാക്ക് മാത്രമേ ഉള്ളൂ. അതല്ല നമ്മുടെ രാജ്യത്ത് എനിക്ക് ശേഷം പ്രളയം എന്നുള്ളത് മാറ്റിവെച്ചിട്ട് എനിക്ക് ശേഷം എൻ്റെ സമൂഹം നിലനിൽക്കണം, എൻ്റെ തലമുറ നിലനിൽക്കണം, അവർക്ക് നമ്മൾ പ്രവർത്തിക്കണം എന്ന് വേണം. അതായത് മനുഷ്യധർമ്മം എന്ന് പറഞ്ഞാൽ വരും തലമുറക്ക് വേണ്ടി ചിന്തിക്കുകയും ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അതാണ് മനുഷ്യധർമ്മം. ഞാൻ ഒരിക്കലും പറയാം, വരും തലമുറക്ക് വേണ്ടി ചിന്തിക്കണം, പ്രവർത്തിക്കണം പറ്റില്ല. പക്ഷെ ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഈ തലമുറക്ക് വേണ്ടി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? രണ്ടർത്ഥമാണ്. ഒന്ന് ചിന്തയാണ്, തിങ്കിങ്, മറ്റു പ്രവൃത്തിയാണ്, ആക്ഷനാണ്. അപ്പോൾ ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വരും തലമുറക്ക് ചിന്തിക്കുകയും, ഇത് രണ്ടുമാണ് എളിയ രീതികൾ നിങ്ങളുടെ മൊയ്തീൻ ഷാ ചെയ്യുന്നത് വർഷങ്ങളായിട്ട്. നിങ്ങൾക്ക് ചെറിയ ആളായിരിക്കാം മൊയ്തീൻ ഷാ, പക്ഷെ എന്നെ നിങ്ങൾ ഉപയോഗിക്കട്ടെ. ഞാൻ പറഞ്ഞ ഭാഷ ശൈലി, അതിൻ്റെ വാക്കുകൾ, അതെന്താ നിങ്ങൾ ചിന്തിക്കണം. അത് ഞാൻ പറയാണ്. നമ്മൾക്ക് ഇനി എത്ര കാലം ഉണ്ടാവും ഈ ലോകത്ത്? നമുക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്, വർഷങ്ങൾ പോലും നിലനിൽക്കില്ല ഇനി. അതുകൊണ്ട് പ്രായമായിട്ടുണ്ട്.
മനുഷ്യരോട് പോയേ തീരൂ. പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ 60-75 വർഷം ലോകത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ കഴിവിൻ്റെ പരമാവധി ചിന്തിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് മീനിങ് അടുത്ത തലമുറയിലേക്ക് ചെലുത്തുക. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. എൻ്റെ ആത്മകഥയല്ല ഇത്, ഞാനത് ചില യാഥാർത്ഥ്യങ്ങൾ. ഇതൊരു ബുക്ക് രൂപേണാക്കണമെങ്കിൽ എത്ര 1000 മരങ്ങൾ വെട്ടിനശിപ്പിക്കേണ്ടി വരും. അതില്ലാതെ ഇത് കണ്ട് ഇപ്പോൾ 1500 പിന്നെ ഇത് കഴിഞ്ഞത്. അപ്പോൾ ഇതെന്താ അടുത്ത തലമുറ വരുമ്പോഴാണ് മൊയ്തീൻ ഷെയ്ഖ് എന്താ പറയുന്ന ആർക്കും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് അന്വേഷിച്ച് വന്നാൽ, വാട്സപ്പ് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ഷാബിഷ് ചാനൽ വന്നാൽ അതിൽ കിടപ്പുണ്ട്. ലോക അവസാനം വരെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം അതിലെടുത്തിട്ട് അതിൽ അഭിപ്രായം ചോദിക്കാം, വേണമെങ്കിൽ മേ ബി. നമുക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏതായാലും തലസ്ഥാനം മാറ്റുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ കേവലം ഒരു ക്യാപിറ്റൽ സിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടി ഒരു 100 വർഷത്തേക്കെങ്കിലും ചിന്തിക്കുന്ന മോസ്റ്റ് മോഡേണായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഐഡിയകൾ. ഇതിനുവേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോഴും വാസ്തവം പറഞ്ഞാൽ നിരാശയുടെ പടുവക്കത്താണ്. എങ്കിലും നമ്മൾ ചിരിച്ചു വയ്ക്കാന്നറിയുമോ? എൻ്റെ ഗുരുവുണ്ട്, ഭൗതിക ഗുരു, ആത്മീയ ഗുരു അല്ല, ഭൗതിക ഗുരു കാൻശ്രാമാണ്. കാൻശ്രാം ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഭ്രാന്താന്ന് വരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഭ്രാന്തം വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. ആ കാൻശ്രാമാണ് UP-യിൽ അവസാനം അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായത്. മായാവതി തകർത്ത് കളഞ്ഞു. അപ്പോൾ ആ ശിഷ്യനായതുകൊണ്ട് എനിക്ക് നിരാശയില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ള പൊതുജനം എപ്പോഴും അത്ര ചിന്തിക്കുന്നില്ല. അത് സാധാരണയൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എങ്ങനെയോ ചില കാര്യം ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കേവലം ഒരു തലസ്ഥാന മാറ്റമല്ല, ഇത് ലോകത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി, എനിക്ക് ശേഷവും എൻ്റെ ജനങ്ങൾ, എൻ്റെ തലമുറ ഇവിടെ സമാധാനമായിട്ട് കഴിയണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്ന ഒരു സൽക്കർമ്മം കൂടിയാണിത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഞാൻ മുസ്ലിം വിശ്വാസമാണ്, പറയാൻ പറ്റില്ല. ഞാൻ മൊയ്തീൻ അല്ലെന്ന് പറഞ്ഞാലും ആൾക്കാർ വാട്ട് ഈസ് ഫാദേഴ്സ് വിജയിക്കും. അപ്പോൾ പിന്നെന്തായാലും അപ്പോൾ അതിനൊക്കെ താങ്കൾ പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ്, മൊയ്തീൻ ഷാ പിന്നെ കുഴപ്പമില്ല. ബട്ട് ഞാനത് മതവിശ്വാസിയാണ്. മതവിശ്വാസിയാകുമ്പോൾ പറയണം, നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പല സ്ഥലത്തും കഥ വയ്ക്കും, ഡോറുണ്ട്, എന്നാൽ ഫ്രണ്ടിൽ ഡോറ് വയ്ക്കും. അപ്പോൾ എന്താണ്, കടന്നടക്കാം, വെളിച്ചം കിട്ടണം, വായുസഞ്ചാരം വേണം, പിന്നെ അടിച്ചുറപ്പ് വേണം, അങ്ങനെ പല പല ലക്ഷ്യങ്ങളുണ്ട് അതിന്. പക്ഷെ നമ്മുടെ നെയ്യത്ത് പ്രതിജ്ഞ എന്നറിയോ? പടച്ചവനെ, ഞാൻ പഠിക്കുന്ന വീടിന് ഫ്രണ്ടിൽ ഡോറ് വയ്ക്കുന്നത് അള്ളാഹുവിൻ്റെ കലാം വിളി കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യത്ത് ചെയ്താൽ അവനതിൻ്റെ പ്രതിഫലം കിട്ടും. വിശ്വാസിക്ക്. അവിശ്വാസിയുടെ കാര്യമില്ല വന്നത്. കള്ള് കുടിക്കുന്നവന് കള്ളുഷാവ് ഇറച്ചി അർത്ഥം നോക്കേണ്ട കാര്യമില്ല, അല്ലാത്ത വിശ്വാസിക്കാണ്. അതേ സമയത്ത് കടന്ന് നടക്കുകയും ചെയ്യാം, വെളിച്ചം കിട്ടും, ഡോറ് മാറ്റി എല്ലാം അതിൻ്റെ നേട്ടം കിട്ടുകയും ചെയ്യും. സൈഡ് ബൈ പ്രൊഡക്റ്റ് പോലെ. അപ്പം നമ്മളീ പ്രവർത്തിക്കുന്ന പടച്ചവനെ എല്ലാം അറിയുന്ന റബ്ബേ, ഞങ്ങളീ പ്രവർത്തിക്കുന്ന ആൾ പഞ്ചായത്ത് മുമ്പാകാനോ MLA ആകാനല്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം അത് വിട്ടാൽ കിട്ടട്ടെ. അത് നല്ല സൽക്കർമ്മമായിട്ട്, ഇബാദത്ത് പറയും, സൽക്കർമ്മമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ചേർക്കണേ എന്ന് അള്ളാഹുവോട്. പലരും 1000 ദൈവത്തെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഒരു ദൈവത്തെ 1000 വട്ടം വിളിച്ചുകൊണ്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഓരോ കാൽപ്പടകളും അതിനുള്ള പ്രതിഫലം തരണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് അന്യജാതിക്കാർ നശിച്ചു പോട്ടെ നല്ല പറയുന്നത്. മറ്റു ലോകം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്, ഇല്ലാത്തത് പോട്ടെ. അപ്പോൾ അവിടെ ദൈവത്തിന് അനുഗ്രഹം കിട്ടും, ഈ ലോകത്തും അനുഗ്രഹം കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പല പല എതിർപ്പുകളും പല പല പ്രശ്നങ്ങളൊക്കെ പറയും. പാമ്പിൻ്റെ ഇരയാണ് തവളയെ രക്ഷിക്കുമ്പോൾ പാമ്പിന് ഇഷ്ടാവില്ല, പാമ്പ് തവളയേക്കാൾ ശക്തനല്ലേ. അതുപോലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾക്ക് റേഷൻ കാർഡ് കൊടുത്ത് പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ കൗൺസിൽ അവിടെ പൈപ്പ് കണക്ഷൻ കൊടുത്ത്, അതൊക്കെ ഇവിടെ പറയുന്നത്. അതൊക്കെ ഏതാൾക്കും ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അപാരമായ ചിന്തയും വേണം, കുറച്ചൊക്കെ ബുദ്ധി വേണം, കുറച്ചൊക്കെ കാര്യങ്ങൾ മറ്റുള്ള പറഞ്ഞു ഫലിപ്പിക്കാനുള്ള സംഭാഷണ ചാതുര്യം വേണം. ഇപ്പോൾ പല കാര്യത്തിൽ ഇടപാടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാ കാര്യം ഇടപെടില്ല. ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു സ്വാമി പറഞ്ഞത് എൻ്റെ സുഹൃത്താണ്, എൻ്റെ വിജയകാംക്ഷയാണ്. അദ്ദേഹം പറഞ്ഞ് മുനമ്പ് സമ്പത്തിൽ ഇടപെടാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ലൈവാണിത്.
അതിൽ പലരും ഇടപെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഇടപെട്ടില്ല, അത് വലിയ ക്ഷീണമൊന്നുമില്ല. മറിച്ച് ഇത് ലൈവല്ല, ഇത് നമ്മൾ ഈ വിഷയം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ജനങ്ങളുടെ ഇടയിലേക്ക് ചെലുത്തണം. ആദ്യമായിട്ട് ഫ്ലാഷ് ചെയ്യണം, ഫ്ലാഷ് ചെയ്തിട്ട് റിപ്ലൈ നോക്കും. ഫ്ലാഷ് ചെയ്യുമ്പോൾ റിപ്ലൈ വളരെ മോശമായിരിക്കും, എങ്കിൽ പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആ വിഷയത്തിൽ മാത്രം ഇപ്പോൾ ഇടപെടുന്നുള്ളൂ, ബാക്കി ഒന്നും ഇടപെടുന്നില്ല എന്ന് നമ്മൾ സ്വാമിയോട് പറഞ്ഞ് സ്വാമി സന്തോഷമായിട്ട് കാര്യം മനസ്സിലായി. പക്ഷെ എന്നിട്ട് നമ്മളിപ്പോൾ പിന്നെ ഓണത്തോണ്ട് വികസനം, അത് മറ്റേ സ്റ്റേഡിയം റോഡിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുന്നത്, അതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ലോക്കലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.